നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ പരമപിതാവ് നൽകിത്തരുന്ന നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. എന്നെ കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആദരപൂർവ്വം ഞാൻ വീണ്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഈ വർഷാവസാന മാസത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും നമുക്ക് ദൈവം നൽകി തരട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പുതിയൊരു സംവത്സരത്തെ സ്വീകരിക്കാൻ ഈ ദിവസങ്ങൾ ഒരുക്കപ്പെട്ട് മനസ്സും ശരീരവും ആത്മീയതയും എല്ലാം ഏറെ പരിശോധിക്കപ്പെട്ട് നന്മകളാൽ നിറയുന്നൊരു നല്ല കാലത്തിന് വേണ്ടി കാത്തിരിപ്പാൻ കർത്താവ് എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ എന്ന് ഞാൻ കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം എൻ്റെ ദൈവത്തിന് ഒത്തിരി നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും എല്ലാം ദൈവസന്നിധിയിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ആലോചനയ്ക്കായി യെശയ്യാ പ്രവചനം 65-ാം അധ്യായം 16-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 65-ാം അധ്യായം 16-ാമത്തെ വാക്യം. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോകുകയും അവ എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുകൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. തന്നെത്താൻ അനുഗ്രഹിക്കുന്നവർ, തന്നെത്താൻ അനുഗ്രഹിക്കുന്നവർ. ഞാൻ ആ വാക്ക് കുറേ ശ്രദ്ധയോടെയാണ് വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാനിടയായിത്തീരുന്നത്. ഈ 65-ാം അധ്യായം തൊട്ട് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. എന്താണെങ്കിലും യെശയ്യാ പ്രവചനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങൾ പോലെ തന്നെ കാലങ്ങൾ തീർന്ന് പുതിയൊരു യുഗം പിറന്ന് നിത്യതയുടെ തുടക്കത്തിൻ്റെ നാന്ദി കുറിക്കുന്ന രീതിയിലൊക്കെയാണ് യെശയ്യാ പ്രവചനം അതിൻ്റെ തനതായ രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയം ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് കടന്നുപോയ ആളുകൾ, ആ ആളുകളെ പരാമർശിക്കുകയാണ്. ആദ്യത്തെ ചില വാക്യങ്ങൾക്കകത്തെല്ലാം ദുഷ്ടജനങ്ങൾ, ദൈവത്തെ മറന്നവർ, ദൈവജനത്തിന് വിരോധമായി പ്രവർത്തിച്ചവർ, അവരെക്കുറിച്ചൊക്കെ അത് മാറ്റി നിർത്തട്ടെ. എന്നാൽ പകുതിയോടടുക്കുന്ന സമയത്ത് ഈ അധ്യായത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഭൂമിയിൽ ചിലർ സത്യദൈവത്തെ അറിയുന്നവർ, സത്യദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ, അവർ തന്നെത്താൻ അനുഗ്രഹിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്ക് വളരെ ശ്രദ്ധിച്ചു. ആ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയായിരുന്നു. നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളതെല്ലാം ചെയ്യുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ലോകത്തിൽ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, സഹോദരവൃന്ദത്തിന് വേണ്ടി, നിങ്ങളൊരു കർത്തൃദാസനാണെങ്കിൽ വിശ്വാസ സമൂഹത്തിന് വേണ്ടി, വിശ്വാസികളാണെങ്കിൽ നമ്മുടെ നടത്തുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, അങ്ങനെ അധ്യാപകനാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഓരോരോ സ്ഥാനങ്ങളിൽ ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ നമ്മൾ ആത്മീക നിലവാരത്തിൽ നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ, നാം നമ്മോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ ബൈബിളിലൂടെ ഈ ഒരു വാക്യ സാരാംശത്തിൻ്റെ മുമ്പിൽ ചിന്തിച്ചു. ഞാൻ ചിലതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തിയിട്ട് ഞാൻ ഈ വാക്യത്തിൽ തന്നെ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയും ചെയ്യാം. തിരുവെഴുത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 5:18 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: പാപം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നവർ. അപ്പം നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എത്ര പവിത്രമായിട്ട് സൂക്ഷിക്കുന്നത് നമ്മൾ. പക്ഷെ മുതിർന്നു വന്നു കഴിയുമ്പോൾ നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമ്മോടുണ്ടാകണം. ഇവിടെ എഴുതിയിരിക്കുന്നത് കാല് കല്ലിൽ തട്ടാതെയോ, ശരീരം മുറിയാതെയോ, കറിക്കരിയുമ്പോൾ കത്തി കൊണ്ട് കൈ മുറിയാതെയോ, അങ്ങനെ അല്ലെങ്കിൽ ധൃതി പിടിച്ചോടിപ്പോകുമ്പോൾ നമ്മുടെ ശരീരം എവിടെയെങ്കിലും തട്ടോ മുട്ടോ ചെയ്യാതെയോ ഇരിക്കത്തക്ക രീതിയിൽ ആ ഒരു സൂക്ഷിപ്പല്ല. യോഹന്നാൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിച്ചു. 18-ാം സങ്കീർത്തനത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ദാവീദ് തൻ്റെ ആയുഷ്കാലത്ത്
കുറവുകളും പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എന്നെ തന്നെ തന്നെത്താൻ കാത്തു, എന്നെ തന്നെ കാത്തു. അനേക സന്ദർഭങ്ങളിൽ അനർത്ഥങ്ങളിൽ വീഴാമായിരുന്നു, ചതിക്കുഴിയിൽ പെടാമായിരുന്നു, പ്രലോഭനങ്ങളിൽ പെടായിരുന്നു. പക്ഷേ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിൽ പല സന്ദർഭങ്ങളിൽ അതിനകത്തൊന്നും വീഴാതെ ഞാൻ എന്നെ തന്നെ കാത്തു എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനിതിൻ്റെ മറുപുറം വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്, തന്നെത്താൻ വഷളാക്കിയവർ. തന്നെത്താൻ വഷളാക്കി, ആരെയും കുറ്റം പറയണ്ട. അവനവൻ്റെ ജീവിതം അവനവൻ സൂക്ഷിക്കാതെ തന്നെത്താൻ വഷളാക്കി കളഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട്. തന്നെത്താൻ വെറുക്കുന്നവർ. ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞു, ദൈവത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായ സമയത്താണ് തന്നെത്താൻ വെറുത്ത് രട്ടുടുത്ത് ചാരത്തിലിരുന്നു എന്നെഴുതിയിരിക്കുന്ന വാക്കുണ്ട്. തന്നെത്താൻ വെറുത്ത അനുഭവങ്ങൾ. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെക്കുറിച്ച് വായിച്ചെടുത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൻ തന്നെ തന്നെ ഉപദ്രവിച്ചു, തന്നെത്താൻ ചതച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. തന്നെ തന്നെ നശിപ്പിക്കുക, തന്നെ തന്നെ വഷളാക്കുക. ഇങ്ങനെ നാം നമ്മോട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ നമ്മൾ അശ്രദ്ധയാണെങ്കിൽ പോലും നമ്മുടെ വേദനയുടെ ഇടയിൽ, നമ്മുടെ പ്രയാസത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ നാം നമ്മെ തന്നെ ശപിക്കും. ഇപ്പം എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ നാക്ക് കൊണ്ട് ഞാൻ മുടിഞ്ഞു പോകും, ഞാൻ നശിച്ചു പോകും എന്ന് ഞാൻ ഒരു കാലത്തും ഗുണം പിടിക്കുക എങ്ങനെയൊക്കെ വാക്കുകൊണ്ട് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ പറ്റും, ഞാൻ ഒരു കാലത്തും നന്നാവില്ല എന്നൊക്കെ തന്നെത്താൻ പറയുന്നവർ കണ്ടേക്കാം. പക്ഷെ ബൈബിൾ അതിനെയൊക്കെ വിലക്കുക. തന്നെത്താൻ ഇടിക്കുക, നെഞ്ചത്തേക്ക് തന്നെത്താൻ ഇടിക്കുക, തലമുടി പിച്ചി പറിക്കുക, വസ്ത്രം, ഇതൊക്കെ ബൈബിളിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രകോപനത്തിൻ്റെ മുമ്പിലായിരിക്കാം, പക്ഷെ ഇതൊക്കെ ഒരു ശാപഹേതുവാണ്. നെഞ്ചത്തേക്ക് തന്നെത്താൻ ഇടിക്കുമ്പോൾ നീ നിന്നെ തന്നെ നശിപ്പിക്കുക, തലമുടി പിച്ചി പറിക്കുക, തലയെന്ന് ഭിത്തിക്കിട്ടിടിക്കുക. പ്രദക്ഷിണങ്ങളും പാസ്റ്റർക്ക് അങ്ങനെ പറയാം, ഞങ്ങൾ വീട്ടിൽ കിടന്ന് കളിക്കുന്ന ഞങ്ങൾക്കല്ല അറിയത്തുള്ളൂ എന്നൊക്കെ. പക്ഷേ അരുത്, നാം നമ്മെ തന്നെ നശിപ്പിക്കരുത്, വഷളാക്കരുത്, നമ്മെ തന്നെ ശപിക്കരുത്. പകരം ഈ വാക്യത്തിൽ പറയുന്നു, സത്യദൈവത്തിൻ്റെ നാമത്തിൽ അവർ അവരെ തന്നെ അനുഗ്രഹിക്കുന്നു. എനിക്കറിയാം, അനുഗ്രഹത്തിൻ്റെ പോളിസി ബൈബിളിൽ നിന്ന് തന്നെ പഠിച്ചിരിക്കുന്നത്, ഒരു മുതിർന്നയാൾ അതിലിളയൊരാളെ തലയിൽ കൈവച്ചോ തൻ്റെ അനുഗ്രഹ വചസ്സുകൾ കൊണ്ടോ വാക്കുകൊണ്ടാണ് അനുഗ്രഹിക്കുന്ന രീതി. പക്ഷെ ഇവിടെ ഒരു ഒറ്റപ്പെട്ട കാര്യം കാണുകയാണ്, തന്നെത്താൻ അനുഗ്രഹിക്കുക എന്നൊരു വാക്ക്. ഈ വാക്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നമുക്ക് നമ്മെ തന്നെ അനുഗ്രഹിക്കാൻ പറ്റും. വേദപുസ്തകത്തിലെ നല്ല വാക്കുകൾ കാണുമ്പോൾ, നല്ലൊരു ദൈവിക ദൂത് സന്ദേശം കേൾക്കുമ്പോൾ, ആ ദൂത് വെച്ച് എൻ്റെ ദൈവമേ, ഞാൻ എന്നെ ഈ ദൂതിൻ്റെ കീഴെ വയ്ക്കുകയാണ്, ഞാൻ എന്നെ അനുഗ്രഹിക്കുകയാണ്, ഇതെനിക്ക് ഫലിക്കും, ഇതെനിക്ക് ഭവിക്കും, ഞാൻ ധന്യനാകും എന്ന് പറഞ്ഞ് നാം നമ്മെ തന്നെ ബ്ലസ് ചെയ്യുമ്പോൾ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ കാണും. ആ അനുഗ്രഹം നമ്മളിൽ ഫലിക്കുകയും ഒക്കെ ചെയ്യാൻ ദൈവമായ കർത്താവ് ഇടയാക്കും. പ്രിയപ്പെട്ടവരെ, ഈ വാചകം ഞാൻ നിങ്ങളുടെ കയ്യിലെടുത്ത് കാണിക്കുകയും ഈ വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, ഞാൻ പലപ്പോഴും നിങ്ങളെ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ വേദപുസ്തകം അരിച്ചു പറക്കി അന്വേഷിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ചില വാക്കുകൾ, ഒരു വാക്യം മുഴുവനൊന്നുമല്ല, ചില വാക്കുകൾ പരിശുദ്ധാത്മാവായിരിക്കാം, ആയിരിക്കാമെന്നല്ല, ആണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഈ കൊച്ചു വാചകങ്ങളൊക്കെ ബൈബിളിലുണ്ടെന്ന് ഈ ഡെയിലി സന്ദേശത്തിനൊക്കെ എടുത്തു പറയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. വായിച്ചിട്ടുണ്ടായിരിക്കും, ശ്രദ്ധിക്കുന്നത്. ഇത്ര വലിയ പുസ്തകത്തിനകത്ത് ഇതുപോലത്തെ കൊച്ചു കാര്യങ്ങൾ നമുക്ക് നമ്മോട് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ ജീവിതത്തിൽ ആരാ കഷ്ടങ്ങളും പ്രയാസങ്ങളും കാണാത്തത്? ആരാ പരിശോധനകളിൽ കൂടെ പോകാത്തത്? ഈ ഭൂമിയിൽ വന്നിട്ട് ദൈവിക പദ്ധതിയിൽപ്പെട്ട ഒരാൾ സുഖലോലുപനായി ആ നിലവാരത്തിൽ പോയി നിത്യനാശത്തിൽ തീരത്തക്ക രീതിയിൽ പോയ ആളുകൾ, എന്നാലും എനിക്ക് തോന്നുന്നു ഈ ലോകത്തിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ചിലർക്ക് പണമില്ലായിരിക്കും, ചിലർക്ക് പണം കൂടുതൽ കാണും, ചിലർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം കാണുകയല്ല, ചിലർക്ക് ദാരിദ്ര്യമാണെങ്കിലും ഭാര്യ ഭർത്തൃബന്ധം ഭയങ്കര ബോൾഡായിരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തിരിച്ചും മറച്ചും. എന്താണെങ്കിലും ഏതെങ്കിലുമൊക്കെ വിധത്തിലൊക്കെ കഷ്ടങ്ങളും കണ്ണീരൊക്കെ ഇവിടെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രയാസമാണെങ്കിലും,
തന്നെത്താൻ നശിപ്പിക്കരുത്, തന്നെത്താൻ ശപിക്കരുത്, തന്നെത്താൻ പ്രാകരുത്. ഈ വാക്ക് പറയുന്നു. നമുക്കൊരു ദൈവമുണ്ട്. സത്യദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ അനുഗ്രഹമായിരിക്കും എന്ന് നാം നമ്മോട് തന്നെ പറയണം. നമ്മുടെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തണം. ഇല്ല, ഞാനൊരു അനുഗ്രഹമായിരിക്കും, ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുന്നു, എൻ്റെ ദൈവം എന്നെ കാത്തോളും, കരുതിക്കോളും. പരീക്ഷ എഴുതാൻ പോകുമ്പോഴും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും ഒക്കെ നിങ്ങൾ പുതിയൊരു നടപടിയിലേക്ക് നീങ്ങുമ്പോൾ 1000 പേര് നിങ്ങളെ ആശംസകൾ അറിയിക്കട്ടെ. നീ നിന്നെ തന്നെ അനുഗ്രഹിക്കണം. നിൻ്റെ ബർത്ത്ഡേ ദിവസം മറ്റു പലരും അനുഗ്രഹിക്കട്ടെ, ഞങ്ങളെപ്പോഴത്തെ ഒരു ദൈവദാസൻ ബ്ലസ് ചെയ്യട്ടെ. പക്ഷെ അന്നത്തെ ദിവസം നീ നിന്നോട് പറയണം, ഭൂമിയിൽ ഒരിക്കൽ കൂടി ഒരു വർഷം കൂടി ക്രോസ് ചെയ്യാൻ ദൈവം അനുവദിക്കുക. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാ. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. ഈ കൊല്ലം നിൻ്റെ വ്യക്തിത്വത്തോട് പറയണം, ഞാൻ നിന്നെ നശിപ്പിക്കില്ല, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. നമുക്ക് ജീവിത പങ്കാളിയോടോ മക്കളോടോ ഒക്കെ പറയാം. പക്ഷെ ഞാൻ നമ്മോട് പറയണം, നീ നിന്നോട് പറയണം, ഇല്ല, ഞാൻ നിന്നെ ദ്രോഹിക്കില്ല, ഞാൻ നിന്നെ വഷളാക്കില്ല, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ കാക്കും, ഞാൻ നിന്നെ സൂക്ഷിക്കും. ഞാൻ എന്നെ സൂക്ഷിക്കുന്നത് പോലെ ആർക്ക് പറ്റും? തിരിച്ച് ഞാൻ എന്നെ നശിപ്പിക്കാൻ നോക്കിയാൽ പിന്നെ ആര് നോക്കിയാൽ നന്നാവും? ഈ വാചകത്തെ ഒന്നോടെ നിങ്ങൾ വിലയിരുത്തുക, മനസ്സുകൊണ്ട് ഗ്രഹിക്കുക. നാം നമ്മെ തന്നെ നശിപ്പിക്കാതിരിക്കുക. സത്യദൈവത്തിൻ്റെ നാമത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവർ. അങ്ങനെ നീ നിന്നെ തന്നെ എല്ലാ ദിവസവും രാവിലെ അനുഗ്രഹിച്ച് ദൈവപാദപീഠത്തിൽ ഏൽപ്പിക്കുക. കർത്താവ് ബാക്കി കാര്യങ്ങൾ അത് അനുഗ്രഹമാക്കി തീർക്കട്ടെ. ജീവിതം മാറി വരും, ആരോഗ്യം വരും, സന്തോഷം വരും, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു മൂഡ് വരും. ഓ, എന്നാ ജീവിതമാണ്, ഇങ്ങനൊരു ജീവിതം വേണ്ടായിരുന്നു, ഇതിനെങ്ങനെ ജീവിക്കുന്നത്? ഇതൊരു ശാപമായി മാറും കേട്ടോ. ഈ വാക്കുകൾ മതി. വേദന കൊണ്ടായിരിക്കാം, പക്ഷെ പറയരുത്. ഞാൻ രക്ഷപ്പെടും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, ഞാൻ മാനിക്കപ്പെടും, എല്ലാവരുടെയും മുമ്പിൽ ദൈവം എന്നെ ഉപയോഗിക്കും. അനുഗ്രഹിക്കണം, നീ ബ്ലസ്ഡാണ്, നിൻ്റെ ജീവിതം ധന്യമാണ്, ഇത് മാറി വരും എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ തന്നെത്താൻ 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 ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. നമുക്കതിന് ശ്രമിക്കാം. ദൈവം അതിനിടയാക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇതൊന്നും അറിയാൻ വയ്യാത്തൊരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ബൈബിളിൽ നിന്ന് ഇങ്ങനെ ചിലർ തിരുവെഴുത്തിൽ ഞങ്ങൾ കാണുകയാൽ ഈ സത്യങ്ങൾ ഞങ്ങൾ ഗ്രഹിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരുപാട് സങ്കടങ്ങളിൽ ഞങ്ങളെ തന്നെ പഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജന്മദിവസത്തെ ശപിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ജീവിതം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല കർത്താവേ, അതൊക്കെ ക്ഷമിക്കണം. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ, ഞങ്ങൾ ദൈവത്താൽ ധന്യരാ. അത് തിരിച്ചറിഞ്ഞ് ഞങ്ങളെ തന്നെ അനുഗ്രഹിച്ച് ഞങ്ങളെ തന്നെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാനിടയാക്കണം. ഇത് കേൾക്കുന്നവർക്കിത് അനുഗ്രഹമായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.